നമസ്കാരം. അങ്ങനെ ശ്രീകൃഷ്ണൻ നരകാസുരവധം കഴിഞ്ഞ് സത്യഭാമയും ഒരുമിച്ച് കുണ്ടലങ്ങളും ഛത്രവുമായി നേരെ ദേവലോകത്തേക്ക് തിരിച്ചു. അവിടെ നിന്ന് നരകാസുരൻ തട്ടിയെടുത്തതായിരുന്നല്ലോ, അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ എത്തി അതിഥിയെ കണ്ട് കുണ്ടലങ്ങൾ ദാനം ചെയ്തു. അതിഥി ദേവേന്ദ്രൻ്റെ അമ്മ, വാമനൻ്റെ അമ്മയാണ്. അവളുടെ സങ്കടം അങ്ങനെ പരിഹരിച്ചു. ഇന്ദ്രനെ ഛത്രവും നൽകി. ഭാമയുടെ സൗന്ദര്യവിലാസം കണ്ട് ദേവവനിതകൾ പോലും അതിശയിച്ചു എന്നാണ് പറയണത്. ഇന്ദ്രാണിയും ഇന്ദ്രമാതാവും ഇന്ദ്രാനുജ പത്നിയെ വേണ്ട വിധം അനുഗ്രഹിച്ച് ആശീർവദിച്ചു. അതെന്താ ഈ ഇന്ദ്രാനുജ പത്നി എങ്ങനെയാ ഭാമയായത്? ഇന്ദ്രൻ്റെ അനുജനാണല്ലോ വാമനൻ. ആ വാമനൻ ആരുടെ അവതാരമാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരം. അപ്പം മഹാവിഷ്ണുവിൻ്റെ വേറൊരു അവതാരമായ ശ്രീകൃഷ്ണൻ വാമനൻ തന്നെയാണല്ലോ. അങ്ങനെയാണ് ആ ശ്രീകൃഷ്ണൻ്റെ പത്നി ദേവേന്ദ്രൻ്റെ അനുജൻ്റെ പത്നിയാവുന്നത്. കൃഷ്ണൻ ചെയ്ത ഉപകാരത്തെ ആദരിച്ച് അദ്ദേഹം കുറേ നാൾ അമരലോകത്ത്, ദേവലോകത്ത് താമസിക്കുവാൻ അമരാധിപൻ, അതായത് ദേവേന്ദ്രൻ ക്ഷണിച്ചു. അതിന് സൗകര്യമില്ലാത്തതിനാൽ അപ്പോൾ തന്നെ തിരിച്ചു പോരുവാൻ അംബുജനയനൻ തയ്യാറായി. യാത്രയും ചൊല്ലി പോരുന്ന അവസരത്തിൽ മനോഹരമായ പാരിജാതം സുഗന്ധമൊക്കെ വിതറി കുളിർക്കാറ്റിലങ്ങനെ ആടിക്കളിച്ച് നിൽക്കുന്നത് കണ്ടു. ആരാ കണ്ടത്? സത്യഭാമയാണ്. അത് വളരെ മോഹത്തോടു കൂടിയിട്ട് ശ്രദ്ധിച്ചത്. അതിൻ്റെ ഒരു കൊമ്പൊടിച്ച് നമുക്ക് കൊണ്ടുപോകാം എന്ന് ഭാമ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒരു കൊമ്പൊടിക്കുകയല്ലേ, അതിൽ വലിയ പ്രശ്നമില്ലല്ലോ. കൃഷ്ണൻ അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് നടന്നു. ശ്രേഷ്ഠമായ രത്നകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും വീണ്ടെടുത്ത് തന്ന വിശ്വനായകനായ ശ്രീകൃഷ്ണൻ പാരിജാതത്തിൻ്റെ ഒരു ചെറിയ കൊമ്പൊടിച്ചത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ദേവേന്ദ്രന്. ദേവേന്ദ്രൻ കോപിഷ്ഠനായി. ഒരു ചെറിയൊരു കാര്യമാണ് പറയുമ്പോൾ അല്ലേ, പക്ഷേ അഹങ്കാരം എപ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിനെ അന്ധകാരത്തിലാക്കുക, അജ്ഞതയിലാക്കുക എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എന്താ ചെയ്തത്? യുദ്ധത്തിനൊരുങ്ങി. ശ്രീകൃഷ്ണനുമായിട്ട് ഇന്ദ്രൻ യുദ്ധത്തിനൊരുങ്ങുകയാണ് ഈ ഒരു കാര്യത്തിന്. അഹങ്കാരം കൊണ്ട് നന്ദി കെട്ടവനായി തീർന്നു അവിടെ ദേവേന്ദ്രൻ. അപ്പോൾ ഹേ സുരാധിപ, അങ്ങ് യുദ്ധം ചെയ്യണമെന്നില്ല. ഞാൻ എടുത്ത പാരിജാതക്കമ്പ് തിരിച്ചു തന്നേക്കാം. പക്ഷേ ഒരു കാര്യം, ഞാൻ കൊണ്ടുവന്ന് തന്ന ആ രത്നകുണ്ടലവും ഛത്രവും എനിക്ക് തിരിച്ചു തരിക. അവ മറ്റൊരു സ്ഥലത്ത് നിന്നും ഞാൻ അപഹരിച്ചതാണ്. അവയെ അവിടെ തന്നെ അങ്ങ് തിരിച്ചേൽപ്പിക്കാം. അത് ആരാ പറഞ്ഞ? ശ്രീകൃഷ്ണൻ പറയാം. അപ്പം പുരന്ദരൻ ദേവേന്ദ്രൻ അത് കേട്ട് ഭീതനായി. എങ്കിലും അഹങ്കാര തിമിരാന്ധനായിട്ട് സമരം തുടർന്നു, യുദ്ധം തുടർന്നു. ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ പരാജിതനായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കിരീടം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. കിരീടം താഴെ വീണ സ്ഥിതിക്ക് തൻ്റെ ഇന്ദ്രപ്പട്ടം നശിച്ചു പോകുമോ എന്നൊരു ഭയം അതെപ്പോഴും വരുന്നതാണ് മഹേന്ദ്രനെ ബാധിച്ചു. ഇന്ദ്രൻ്റെ വിഡ്ഢിത്തവും ഞാനെന്ന ഭാവവും അതേസമയം കാളസർപ്പത്തെ പോലെ മനസ്സിൽ ഇഴഞ്ഞു കയറുന്ന ഭീതിയും എല്ലാം കണ്ട് ഭഗവാൻ ചിരിക്കുകയാണ് ചെയ്തത്. ആഹവത്തിൽ അമരേന്ദ്രനെ പരാജയപ്പെടുത്തി അരവിന്ദനയനൻ പാരിജാതവും കൊണ്ട് ഭാമാസമേതം സത്യഭാമയോടുകൂടി ദ്വാരകയിൽ എത്തി. അവളുടെ ആഗ്രഹം അനുസരിച്ചാണ് ആ ദിവ്യ ലത ദേവലോകത്ത് നിന്നും ദേവദേവൻ കൊണ്ടുവന്നത്, ശ്രീകൃഷ്ണനെ കൊണ്ടുവന്നത്. തന്മൂലം ആ പാരിജാതം സത്യഭാമയുടെ അന്തപുര മണിഹർമ്മ്യത്തിന് അടുത്ത് തന്നെ നട്ടുപരിപാലിച്ചു. അതിൽ വിരിയുന്ന പൂക്കളുടെ സൗരഭ്യം 100 യോജന ദൂരം വരെ അനുഭവവേദ്യമായിരുന്നു. സിമന്തകം മണിയുടെ യഥാർത്ഥ അവകാശിനി സത്യഭാമയാണ്. അതവൾക്ക് ലഭിച്ചില്ല. അതിനു പകരം ലോകോത്തര മഹാത്മ്യമേറിയ പാരിജാതം അവൾക്കിരിക്കട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കണം. പ്രാഗ്ജ്യോതിഷത്തിൽ നിന്നും അയക്കപ്പെട്ട 16,000 പരമഭക്തകളായ കന്യകാമണികൾക്കും 16,000 മന്ദിരങ്ങൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. 16,000 കൃഷ്ണരൂപം ധരിച്ച് അവരെല്ലാവരെയും ഒരേ സമയത്ത് പരമകാരുണികനായ ഭഗവാൻ പരിഗ്രഹിച്ചു എന്നാണ് പറയുക. ഈ 16,000 കന്യകമാരെ പണ്ടൊരു രാജാവിൻ്റെ പുത്രികളായി വർത്തിച്ചവരാണെന്നും പിതാവും ഒരുമിച്ച് അവർ കളസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലെ ലോകാവസ്ഥ നേരിൽ കണ്ടറിയുവാനായിട്ട് ഭിക്ഷുവേഷം പൂണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹാവിഷ്ണു അവരെ കാണാനിടയായെന്നും
അദ്ദേഹത്തിൻ്റെ ദിവ്യ തേജസ്സിൽ ഭ്രമിച്ച് ആ കമനീയാംഗികൾ കാമാർത്തിയോടെ ആ ഭിക്ഷുവിൻ്റെ പിറകെ പോയെന്നും അത് കണ്ട് കുപിതനായ പിതാവ് അവരെ ശപിച്ചെന്നും അതിൻ്റെ ഫലമായിട്ട് അവർ പിന്നീട് പല പല സ്ത്രീകളിൽ വന്ന് പിറന്ന് ഒടുവിൽ നരകാസുരൻ്റെ ബന്ധനാലയത്തിൽ അകപ്പെട്ടെന്നും ഒരു കഥ വേറെ ഉണ്ട്. ആ കാരണത്താലാണ് ശ്രീകൃഷ്ണൻ അവരെ പരിഗ്രഹിക്കാൻ ഇടയായത്. അന്ന് അവരത്രയും ഇഷ്ടത്തോടു കൂടിയിട്ട് ഭഗവാനെ നോക്കിയല്ലോ. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ പത്നിമാരാവാനുള്ള യോഗം അവർക്ക് വന്നത് എന്നൊരു കഥ വേറെയുണ്ട്. അതിവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രം. ഇന്ന് ഇത്ര മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.